പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്തുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ വചനം കേൾക്കുവാൻ പ്രാർത്ഥിക്കുന്നു. വചനം ഗ്രഹിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇരിക്കുക. തീർത്ഥാടന ഉടമ്പടി ധ്യാനമായിട്ട് ഇവിടെ വന്നിട്ടുള്ളവരും ഓൺലൈനിൽ ഈ ധ്യാനം പങ്കെടുക്കുന്നവരെയും പരിശുദ്ധ അമ്മയുടെയും മാധ്യസ്ഥത്തിൽ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഈ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുക്കുന്ന മുഴുവനും മക്കളുടെ കണ്ണുനീരും ഭാരവും പരിശുദ്ധ അമ്മയുടെയും മാധ്യസ്ഥത്തിലെ പരമപിതാവിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾ ഞങ്ങളെ യോഗ്യരാകുവാൻ നമ്മുടേതായിട്ടുള്ള എല്ലാ രോഗങ്ങളെയും സൗഖ്യത്തിനായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾ ഞങ്ങളെ യോഗ്യരാകുവാൻ നമ്മുടെ കടങ്ങളെ അതിൻ്റെ പരിഹാര മാർഗത്തിനായി പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾ ഞങ്ങളെ യോഗ്യരാകുവാൻ നമ്മുടെ ജോലിയെയും പഠനങ്ങളെയും പരീക്ഷകളെയും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾ ഞങ്ങളെ യോഗ്യരാകുവാൻ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പം ഞാൻ ഓരോ രോഗങ്ങളെ, കടങ്ങളെ, എക്സാം പരീക്ഷകളെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്രാർത്ഥിച്ചത് എന്താണ്? സർവേശ്വരൻ്റെ പരിശുദ്ധ ദൈവമാതാവേ ക്ഷമിക്കണം. ഇതൊരു പരമ്പരാഗതമായ പ്രാർത്ഥനയാണ്. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങളുടെ യോഗ്യരാകുവാൻ സഭ പ്രാർത്ഥിക്കുന്നതാണ്. അപ്പം ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് നമുക്കറിയാം, ഉടമ്പടിയുടെ ബേസ്മെൻ്റ് എന്താണ്? ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇറ്റ് ഈസ് ഇംപ്ലിസിറ്റ് ദെയർ, ദ കവനൻ്റ് ഈസ് ഇംപ്ലിസിറ്റ് ദെയർ. നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി പ്രകാരമാണ് നമുക്ക് വാഗ്ദാനങ്ങൾ ദൈവം അഡ്രസ്സ് ചെയ്യണത്. ഉടമ്പടി പുറത്ത് വാഗ്ദാനങ്ങളെ അഡ്രസ്സ് ചെയ്യത്തില്ല. ദൈവത്തിൻ്റെ വാഗ്ദാനം നമുക്ക് പ്രാപിക്കാനുള്ള ഒരു ഡിവൈൻ മെക്കാനിസം, യുണീക്ക് ആൻഡ് സോൾ ഡിവൈൻ മെക്കാനിസമാണ് കവനൻ്റ്. വാഗ്ദാനം പ്രാപിക്കാനുള്ള ആരുടെ വാഗ്ദാനമാണ്? ഈശോ മിശിഹായുടെ വാഗ്ദാനം. ഈശോ മിശിഹായുടെ എത്ര വാഗ്ദാനം കാണുമായിരിക്കും? ഞാൻ ഈ ഗൂഗിളൊക്കെ ഇടയ്ക്ക് സെർച്ച് ചെയ്യുമ്പോൾ എത്ര വാഗ്ദാനം ഉണ്ടെന്ന് നോക്കിയിട്ടുണ്ട്. ഒത്തിരിയേറെ ദൈവശാസ്ത്രജ്ഞന്മാർ വ്യത്യസ്തമായ എണ്ണമാണ് പറയണത്. ഏറ്റവും ടോപ്പ് പറയണത് 8810 ഹോൾ ബൈബിളിൽ മനുഷ്യരാശിക്ക് ദൈവം 8810 വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് ഓൾ സബ്ജക്റ്റ് ഡീൽ ചെയ്യുന്നുണ്ട് മനുഷ്യരാശിയുടെ. ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ ഇന്നും നാളെയും ഇനി നിത്യമായ കാലങ്ങളിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകാവുന്ന സർവൈവിങ്, ഉപജീവനത്തിനും അതിജീവനത്തിനും ആവശ്യമായ അനുധാരികൾക്കാണ് ഈ
ദൈവം വാഗ്ദാനം കൊടുക്കണത്. ഉപജീവനത്തിന് കൊടുക്കും, അതിജീവനത്തിന് കൊടുക്കും. ഒരു ബയോ യൂണിറ്റ്, മനുഷ്യൻ, മൃഗം, എന്ത് സംഭവമായാലും ഈ ഭൂമിക്ക് മുകളിൽ സർവൈവ് ചെയ്യണ്ടേ, അതിന് ദൈവം കൊടുക്കുന്ന സപ്പോർട്ടാണ്, സർവൈവിങ് സപ്പോർട്ട് ആണ് പ്രോമിസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഓരോരോ ആ ടൈം വരുമ്പോൾ അതിൻ്റെ ഒരു സമയം എപ്പോഴാണ് ഓരോ ഇന്നത്തെ വിഷയമായിരിക്കത്തില്ല നാളെ വരാൻ പോണത്. ഇന്ന് നിങ്ങൾ ദൈവദൃശ്യന് ഉന്നയിക്കുന്ന കാര്യമായിരിക്കത്തില്ല അടുത്ത കൊല്ലം ഉന്നയിക്കുന്നത്, അത് വേറെ വിഷയമാണ്. അപ്പോൾ അതിന് വേറെ വാഗ്ദാനം ഉണ്ടാകും. ഇപ്പോൾ ബൈബിളിലെ ഏറ്റവും ശക്തമായ വാഗ്ദാനങ്ങളൊന്നാണ് ഐ വിൽ റിസ്റ്റോർ യു, ഞാൻ നിന്നെ പുനരുദ്ധരിക്കുമെന്നുള്ളത്. കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിലൊന്നാണ് ഞാൻ നിന്നെ പുനരുദ്ധരിക്കാം. കാര്യം ഇങ്ങനെ പറയാൻ കാര്യം, ഈ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യമുണ്ടായി, നല്ല സാക്ഷ്യമാണ്. പുനരുദ്ധരിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, നമുക്ക് പുനരുദ്ധാരണം നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സംഭവമാണ്. കാരണം സാമ്പത്തിക കടങ്ങൾ വരാം, ചിലപ്പോൾ നമ്മുടെ ആരോഗ്യം ക്ഷയിച്ചു പോകുന്നതെല്ലാം റിസ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഒരു വാഗ്ദാനം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നീ ഒരു കടത്തിലാണെങ്കിൽ നിൻ്റെ മുമ്പിൽ ചിലപ്പോൾ ചിലർ ചോദിക്കുമ്പോൾ ചേട്ടാ ഈ വല്ല മാർഗവും ഉണ്ടോ ഈ കടങ്ങളെ എൻ്റെ അതിങ്ങനെ കൈമലത്തും. ഇത്രയും വലിയ കടം വരുമ്പോൾ ഞാൻ ചോദിക്കും, ഇത് എന്ത് മീൻസ് വല്ലതും ഉണ്ടോ ഇത് പരിഹരിക്കുക? വീട്, പറമ്പ്, ഗോൾഡ്, അല്ലെങ്കിൽ വേറെ ആൾക്കാർ തരാനുള്ളത്, ലോൺ, എന്തെങ്കിലും മീൻസ് ഉണ്ടോ എന്ന് പറയുമ്പോൾ കൈമലത്തും. കൈമലത്തിയാൽ പിന്നെ ഈസിയാണ്. എന്നുവെച്ചാൽ സീറോ മീൻസ് എന്ന് എൻ്റെ അർത്ഥം, അല്ലേ? നമുക്ക് കഴിവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം നമുക്ക് സീറോ മീൻസ്, നോബഡി ടു ഹെൽപ്പ് അസ്. മനുഷ്യനില്ല, ആളില്ല, അർത്ഥമില്ല, ഒന്നുമില്ല, ഒരു ഐഡിയ പോലും ഇല്ല, ആശയം പോലും ഇല്ല. ആളില്ല, അർത്ഥമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആശയവുമില്ല. അതിനാണ് ഇവർ കൈമലത്തുന്നത്. ഇങ്ങനെ കൈമലത്തിയാലും ബൈബിള് അവനെ റീസ്റ്റോർ ചെയ്യാനുള്ള പ്രൊവിഷൻ വെച്ചിട്ടുണ്ട്. അതാണ് വാഗ്ദാനം എന്ന് പറയണത്. വാഗ്ദാനം അങ്ങനെ ഒരു സാക്ഷ്യമാണ് ഇപ്പോൾ ഇന്ന് ഈ ദിവസങ്ങളിലൂടെ ഉണ്ട്. ഡിക്സൺ അദ്ദേഹത്തിന് ഈ ഗൾഫിൽ ജോലിയാണ്. പക്ഷെ ഒരു കുഴപ്പം, അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ ആരോ തട്ടിപ്പ് നടത്തി. ഇപ്പം നമുക്ക് എല്ലാം ഭംഗിയായിട്ടൊക്കെ പോകത്തില്ലേ? പോയാലും നമ്മളെപ്പോഴും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, ഇപ്പോൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ചില സമയത്ത് പറ്റുന്നൊരു അബദ്ധം എന്താണെന്നറിയാമോ? ഈ ഗ്രീൻ പീരീഡ്സ് ഇല്ലേ, കാര്യങ്ങളെല്ലാം നല്ല കുഴപ്പമില്ലാതെ പോണ സമയത്ത് നിങ്ങൾ പിന്നീട് അമ്യൂസിങ് മൂഡിലായി പോകും. സിനിമ, പാട്ട്, വെള്ളവടി, അല്ലേ, വീഡിയോ ഗെയിംസ്, നിങ്ങളുടെ കാര്യങ്ങളല്ലേ. ഇപ്പോൾ തന്നെ ഇപ്പോൾ പരീക്ഷ കഴിഞ്ഞ് ലീവായി കഴിഞ്ഞാൽ പിന്നെ എന്തായി? ചില പിള്ളേരൊക്കെ പിന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ വീഡിയോയ്ക്ക് വേണ്ടി കാട്ടിപ്പോകുന്നവരുണ്ട്. അങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ അമ്യൂസ്മെൻറ്റാണ്. നമ്മൾ ഫ്രീ ആയി കഴിഞ്ഞാൽ നമ്മൾ ഓരോ സന്തോഷത്തിൻ്റെ പുതിയ മേഖലകളെ കണ്ടെത്തി അതിൻ്റെ പുറകെ പോകും. നമുക്ക് സന്തോഷം തരാത്തൊരു സാധനം പ്രാർത്ഥനയാണ്. ദൈവികമായ കാര്യങ്ങളാണ് സന്തോഷം തരാത്തത്. അപ്പം തന്നെ മനുഷ്യൻ ബേസിക്കായിട്ട് ദൈവികനല്ല എന്ന് നമുക്കറിയണം. കാര്യം നമ്മൾ ഒരു ആധ്യാത്മികത എന്ന് പറയുമ്പോൾ ഒഴുക്കിനെതിരെ നീന്തണതാണത്. നിങ്ങൾക്കറിയാമോ, ഇനി ജീവനില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ ആധ്യാത്മികത ഭയങ്കര പാടായിരിക്കും. ജീവനില്ലാത്ത ആൾക്കാർക്ക് പക്ഷേ എന്താ പ്രശ്നം? ഇപ്പോൾ ഒരു മത്സ്യം ചത്ത് കിടക്കണമെങ്കിൽ അത് ഒഴുക്കിൻ്റെ കൂടെ അങ്ങോട്ട് പോകും. ജീവനുള്ളതാണെങ്കിൽ അത് എതിരെ തന്നെ കാണാം, ഇങ്ങനെ അല്ലേ, എതിരെ വരും. ജീവൻ്റെ ഈ ആധ്യാത്മികത എന്ന് പറയുന്നത് ജീവനുള്ളതിൻ്റെ ലക്ഷ്യമാണ്. അതിങ്ങനെ ശരീരത്തിൻ്റെ പ്രവണതകൾക്കെതിരെ വരും. ഇപ്പം ശരീരത്തിൻ്റെ പ്രവണത എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്വല്പം ലക്ഷ്യ ടൈം കിട്ടിയാൽ ഉടനെ അവർ കൂട്ടുകാരെ കണ്ടാൽ ഉടനെ വൈകിട്ട് എന്താ പരിപാടി എന്ന് ചോദിക്കണില്ലേ സാധാരണ. അപ്പോൾ അവർ വെള്ളം വീശാൻ വേണ്ടിയുള്ള ഉദ്ദേശമാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരല്പം ടൈം കിട്ടിയാൽ എങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്നു പോകാമെന്നാണ് മനുഷ്യൻ സ്വാഭാവികമായിട്ട്, ജഡിക മനുഷ്യൻ
ജഡിക മനുഷ്യൻ, ബൈബിൾ അതുകൊണ്ടാണ് മനുഷ്യൻ രണ്ടായിട്ട് തിരിക്കുന്നത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, ജഡിക മനുഷ്യൻ, ആത്മീയ മനുഷ്യൻ. ശ്രുതികട്ടെ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന, ഹല്ലേലൂയ.